Hi students, welcome back. മക്കളെ ഫസ്റ്റ് ടൈം എക്സാം +2 ഫിസിക്സിൻ്റെ ഫസ്റ്റ് ടൈം എക്സാം ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് സ്കൂളുകളിൽ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. എനിവേ മിക്കവാറും സ്കൂളുകളിൽ നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് ഫുള്ളൊന്ന് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ, ഈ ക്വസ്റ്റ്യൻ കിട്ടാത്തവർ, ഇത് എഴുതാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് കാണുക. അതിന് ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് ആ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് പരിചയമാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കുറേ കുട്ടികൾ കണ്ടതായിരിക്കും, കുറേ കുട്ടികൾ സ്കൂളിൽ ഇതായിരിക്കും ഉണ്ടായിട്ടുണ്ടാവും. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയുണ്ട്. ഓക്കെ, റാൻഡമായിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ കൂടുതൽ സ്കൂളുകൾ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് ജസ്റ്റ് ഇങ്ങനെ ഞാൻ കാണിക്കാൻ, കൂടുതലായിട്ട് ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങൾ വേണ്ടിയിരുന്ന് പോസ് ചെയ്ത് കണ്ടാൽ മതി. കാരണം ഇപ്പോൾ ഞാൻ പറയാം, ക്വസ്റ്റ്യൻ ഓൾറെഡി എക്സാം എഴുതിയവരാവട്ടെ എഴുതാത്തവർ രണ്ടാളും നിർബന്ധമായിട്ട് ഇത് കാണണം. കാരണം വന്നാൽ നിങ്ങൾക്ക് അടുത്ത എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യനിലും ഇതുപോലെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ റിപ്പീറ്റഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ആവറേജ് ഓവറോൾ വരുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യം കോഴ്സസിലുണ്ട്, ബയോട്സ് അവാർഡിലുണ്ട്. ഓക്കെ, MCG വരുന്നുണ്ട്, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, എനർജി ഡെൻസിറ്റി, ഓക്കെ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഓക്കെ, പ്രോബ്ലംസും കാര്യങ്ങൾ. ദെൻ ഇതാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവാം. ഓക്കെ, ബയോട്സ് അവാർഡിലുള്ള ഭാഗം ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നത്. അവർ നമ്മൾ റിലേഷൻ, ആക്സിയൽ ഇക്വറ്റോറിയലും ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് റിലേഷൻ, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്ററിൻ്റെ പ്രോബ്ലം, കിർച്ചോഫ്സ് ലോ, ഓക്കെ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, ഗാൽവനോമീറ്ററിൻ്റെ കൺവേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കുറേ ആൾക്കാർ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇതായിരുന്നു എന്നുള്ളത്. ഓക്കെ, ദെൻ ഞാൻ ഇതിൻ്റെ ആൻസർ അടുത്തതിൽ കാണിക്കാം. ഇത് അടുത്ത മീൻസ് നെക്സ്റ്റ്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ആൻസർ, അത് ഡയറക്റ്റ് ആൻസർ എടുത്തിട്ട് കാര്യമില്ലല്ലോ, കാരണം ക്വസ്റ്റ്യൻസും കൂടി അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. കാരണം റാൻഡംലി കുറേ സ്കൂളുകൾ പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ എന്ത് ചെയ്യാം, ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ് ഇവിടെ ഉള്ളത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി പോവാം. ഫസ്റ്റ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റുകൾ കാണാം, കപ്പാസിറ്റൻസുമായി ബന്ധപ്പെട്ടുള്ള ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. 30 ഡിഗ്രി വരുമ്പോൾ ഹെലിക്സ് ആണ്, അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വായിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി വിട്ടോ. ഓക്കെ, പോസ് ചെയ്ത് കണ്ടാൽ മതി. മാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ സ്ട്രൈറ്റ് കറണ്ട് കാര്യം കണ്ടെത്താറ്. അപ്പോൾ അവരുടെ നേച്ചർ ഓഫ് ഫോഴ്സ് വഹിക്കുന്നുണ്ട്. സെയിം ഡയറക്ഷനാണ്, അട്രാക്റ്റീവാണ്. ആംബിയർ സർക്യൂട്ട് ലോൻ്റെ കേസ് കാണാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ 2 ഡയറക്ഷൻസ്. ഓക്കെ, അത് നമ്മൾ കോയിൻസൈഡ് ചെയ്യുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ടാവാം. ഞാൻ ഫുള്ള് വായിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, ഇതായിരുന്നു അതിൻ്റെ ആൻസർ കീ വരുന്നത്. നിങ്ങളിത് ചെയ്തിട്ടുണ്ടാകും. കോമ്പിനേഷൻ ഓഫ് ടോട്ടൽ ലോറൻസ് ഫോഴ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വരുന്ന സമയത്ത് ലോറൻസ് ഫോഴ്സിൻ്റെ കേസ്, കോമ്പിനേഷൻ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വരുമ്പോൾ. ഒമിക് സബ്സ്റ്റൻസ്, നോൺ ഒമിക്, ബയോട്ട്, സാവാട്ട്, ഡൈപോൾ മൊമെൻറ്റ്, കപ്പാസിറ്ററിൻ്റെ ഭാഗം. ഓക്കെ, ദെൻ ഇതാണ് ആ ഭാഗം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് കേട്ടോ അതിൻ്റെ ആൻസർ കീ വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്ത് കണ്ടാൽ മതി. ഞാൻ വലിയൊരു വീഡിയോ ആക്കുന്നില്ല. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്, അതിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു.